Hello dear students, so ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് +1 ജോഗ്രഫി പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ 2018 മുതലുള്ള ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ ചില ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അവൈലബിൾ അല്ല. ഇംപ്രൂവ്മെന്റ് മോഡൽ ബോർഡ് ഈ 3 സെറ്റാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ചില ഇയേഴ്സിൽ ചില ക്വസ്റ്റ്യൻസ് അവൈലബിൾ അല്ല. അതുപോലെ തന്നെ ഈ ഇയറിലാണ് പിന്നീട് 2024 മോഡൽ മുതൽ +2നും +1നും വൺ വേർഡ് ക്വസ്റ്റ്യൻസ് വീണ്ടും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ +2 ബോർഡ് എക്സാമിനും മോഡലിൻ്റെ അതേ പാറ്റേൺ പിന്തുടർന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് +1 ബോർഡിനും നമുക്ക് എന്ത് എക്സ്പെക്ട് ചെയ്യാം, വൺ വേർഡ് ക്വസ്റ്റ്യൻസ്, അതായത് മോഡലിൽ ചോദിച്ച പോലുള്ള വൺ വേർഡ് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. സോ മാക്സിമം നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. സോ 2018 ഫസ്റ്റ് ക്വസ്റ്റ്യൻ കളക്ട് ചെയ്തിട്ടുള്ളത്. 2018 ബോർഡ് എക്സാമിലെ ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പോൾ ഇതിൽ ചിലത് ഡിലീറ്റഡ് ടോപ്പിക്കിൽ നിന്ന്, അതായത് ഈ വർഷമൊക്കെ ഡിലീറ്റഡ് ആയിട്ടുള്ള ചില ടോപ്പിക്സിൽ നിന്നുള്ള വൺ വേർഡ് ക്വസ്റ്റ്യൻസും ഉണ്ട്. നമുക്കത് ജസ്റ്റ് സ്കിപ്പ് ചെയ്ത് പോകാം, ബാക്കിയുള്ളതെല്ലാം ഡിസ്കസ് ചെയ്യാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 2018 ബോർഡ് എക്സാമിന് ചോദിച്ചത് എ ഷാഡോ സോൺ ഫോർ പി വേവ്സ്, പി തരംഗത്തിന്റെ നിഴൽ മേഖല ഏത് എന്നതാണ്. ഒരു സംശയം വേണ്ട, ഉത്തരം ബി ആണ്. ബിറ്റ്വീൻ 105 ഡിഗ്രി ആൻഡ് 145 ഡിഗ്രി, 105 ഡിഗ്രിക്കും 145 ഡിഗ്രിക്കും ഇടയിലാണ് പി തരംഗത്തിന്റെ നിഴൽ മേഖല. അപ്പോൾ ഇത് ഭൂകമ്പ തരംഗങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ടോപ്പിക്കിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ സാധാരണ ഭൂകമ്പങ്ങളിൽ നിന്ന് ചോദ്യങ്ങൾ, ഇപ്പം റിക്ടർ സ്കെയിൽ, മെർക്കലി സ്കെയിൽ, ഈ ക്വസ്റ്റ്യൻ തന്നെ പിന്നീടും റിപ്പീറ്റ് വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ പി തരംഗങ്ങൾ, എസ് തരംഗങ്ങൾ, അതുപോലെ സർഫസ് തരംഗങ്ങൾ, ഇതിൽ നിന്നെല്ലാം ചോദ്യങ്ങൾ പലപ്പോഴായിട്ട് വൺ വേർഡിനൊക്കെ ചോദിച്ചിട്ടുണ്ട്. വൺ വേർഡിന് ചോദിച്ചില്ലെങ്കിൽ പോലും റിക്ടർ സ്കെയിൽ, മെർക്കലി സ്കെയിലൊക്കെ 2 മാർക്കിന് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് എർത്ത് ആൻഡ് എർത്ത് വേവ്സ്, അതുപോലെ ടൈപ്സ് ഓഫ് എർത്ത് കോൺസിക്വൻസസ്, എന്തൊക്കെയാണ് ഫലങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചോദിക്കാറുണ്ട്. അപ്പോൾ ഭൂകമ്പം ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. എർത്ത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ബി ആണ്. ബിറ്റ്വീൻ 105 ഡിഗ്രി ആൻഡ് 145 ഡിഗ്രി ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെച്ചേക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റോക്സ് ആൻഡ് മിനറൽസ്, നമ്മുടെ NCERT ടെക്സ്റ്റിലെ 5ാമത്തെ ചാപ്റ്റർ, ഡിലീറ്റഡ് ടോപ്പിക്കാണ്. അതിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇത് സ്കിപ്പ് ചെയ്യാം, അത് വേണ്ട. അടുത്ത തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻസുലേഷനുമായിട്ട് ബന്ധപ്പെട്ട്, സൗരവികിരണവുമായി ബന്ധപ്പെട്ടതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. സോ അത് നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് പരിശോധിക്കാം. ദ ആവറേജ് ഇൻസുലേഷൻ റിസീവ്ഡ് അറ്റ് ട്രോപ്പിക്സ്. ഓക്കെ, സോ ഉഷ്ണമേഖലയിൽ ലഭിക്കുന്ന ശരാശരി സൗരവികിരണത്തിൻ്റെ അളവ് എത്രയാണ് എന്നതാണ്. സോ ആൻസർ സി ആണ്. 320 വാട്ട് പെർ മീറ്റർ സ്ക്വയർ ആണ്. 320 വാട്ടാണ് ആൻസർ വരുന്നത്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിൽ 70 വാട്ട് ഉണ്ട്, ബാക്കി കാലറീസ് ആണ് വരുന്നത്, അത് വേണ്ട. നമുക്ക് 70 വാട്ട് എടുക്കുക. 70 വാട്ട് എന്ന് പറയുന്നത് പോളാർ റീജിയൻസിൽ, ധ്രുവപ്രദേശങ്ങളിൽ ലഭിക്കുന്ന ശരാശരി സൗരവികിരണമാണ്. ഓക്കെ, അപ്പോൾ 70 വാട്ട് എന്ന് പറയുന്നത് പോളാർ റീജിയൻസിലെയും 320 ഏറ്റവും കൂടുതൽ കേട്ടോ, 320 എന്ന് പറയുന്നത് ട്രോപ്പിക്കൽ ഏരിയാസിൽ വരുന്നതാണെന്ന് ഓർത്തിരിക്കുക. അപ്പം 70 വാട്ടും ഓപ്ഷനിൽ ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. സോ 70 വാട്ട് പോളാർ റീജിയൻസിലെ ധ്രുവപ്രദേശങ്ങളിലെ ശരാശരി സൗരവികിരണം, ആവറേജ് ഇൻസുലേഷൻ ആണെങ്കിൽ 320 ആണ് ട്രോപ്പിക്സിൽ. സോ ഇവിടുത്തെ ആൻസർ 320 ആണ്. ഫോർത്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ ഫ്രോസൺ റെയിൻ ഡ്രോപ്സ് ആൻഡ് ദ റീഫ്രോസൺ മെൽറ്റഡ് സ്നോ വാട്ടർ ഈസ് കോൾഡ്. അപ്പോൾ തണുത്തുറഞ്ഞ മഞ്ഞു തുള്ളികളും ഉരുകി അതിന് ശേഷം വീണ്ടും തണുത്തുറയുന്ന ഹിമജലവും അറിയപ്പെടുന്നത് ഏത് പേരിലെന്നാണ്. അപ്പോൾ 4 ഓപ്ഷൻ ഉണ്ട്. ഇതിൽ 2 എന്ന് പറയുന്നത് ഘനീകരണ രൂപങ്ങളാണ്, അതായത് ഡ്യൂവും ഫ്രോസ്റ്റും. അപ്പോൾ നമുക്കത് സ്കിപ്പ് ചെയ്ത് കളയാം. ഘനീകരണ രൂപത്തെ പറ്റിയല്ല ഇവിടെ, കട്ടിയാകുന്നതിനെ പറ്റിയല്ല ചോദിച്ചിരിക്കുന്നത്, മെൽറ്റ് ഉരുകുന്നതിനെ പറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു വർഷണത്തിൻ്റെ 2 വിവിധ തരമാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ ഇതിൽ ഹെയിലും ഉണ്ട്, സ്ലീറ്റും ഉണ്ട്. ഹെയിൽ എന്ന് പറയുന്നത് ആലിപ്പഴമാണ്, നല്ല കനമായി രൂപം കൊള്ളുന്നതാണ്. അപ്പോൾ അതുമല്ല, സ്ലീറ്റ് ആണ് ഉത്തരം കേട്ടോ. ആൻസർ സ്ലീറ്റ് ആണ്. അപ്പോൾ തണുത്തുറഞ്ഞ മഞ്ഞുതുള്ളികൾ ഉരുകുന്നത് സ്ലീറ്റ് ആണ്. ഫ്രോസൺ റെയിൻ ഡ്രോപ്സിനെ വിളിക്കുന്ന പേര് സ്ലീറ്റ് എന്നാണ്. ഓക്കെ, അടുത്തത് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ദ സ്പീഷീസ് ഇൻ ആൻ ഏരിയ ദാറ്റ് നോട്ട് ദ നാച്ചുറൽ ഇൻഹാബിറ്റൻസ് ഓഫ് ലോക്കൽ ഹാബിറ്റാറ്റ്. അപ്പോൾ ഒരു പ്രദേശത്ത് തനത് ആവാസ വ്യവസ്ഥയുടെ ഭാഗമല്ലാതെ അവിടെ കാണപ്പെടുന്ന സ്പീഷീസുകളെ വിളിക്കുന്ന പേര് എക്സോട്ടിക് സ്പീഷീസ് എന്നാണ് കേട്ടോ. അപ്പോൾ ഇൻവേഡഡ് എന്നോ എക്സോട്ടിക് എന്നൊക്കെ പറയും. ഇപ്പോൾ ഓപ്ഷനിൽ എക്സോട്ടിക് ആണ്. അപ്പോൾ എക്സോട്ടിക് സ്പീഷീസ്, പുറത്തുനിന്ന് വരുന്നവയാണ് എക്സോട്ടിക് എന്ന് പറയുന്നത്. അപ്പോൾ എക്സോട്ടിക് സ്പീഷീസ് ആണ് ഉത്തരം വരുന്നത്. സിക്സ്ത് ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. ടെറിട്ടോറിയൽ ലിമിറ്റ് ഓഫ് ഇന്ത്യയുടെ ഭൂപ്രദേശ അധികാര പരിധി എത്രയാണെന്നാണ് ഉത്തരം. 12 നോട്ടിക്കൽ മൈൽസ് ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു GK കൂടിയാണ്. 12 നോട്ടിക്കൽ മൈൽസ് ആണ് ആൻസർ വരുന്നത്. സോ 2018 6 ചോദ്യങ്ങളായിരുന്നു വൺ വേർഡ് ക്വസ്റ്റ്യൻസ് വന്നത്.
ഇനി അടുത്തത് 2019 മോഡലിലോട്ട് പോവാം. 2019ലും 6 ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഉണ്ടായിരുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് കൺട്രീസ് ഷെയർസ് ദ ലോങ്ങസ്റ്റ് ലാൻഡ് ഫ്രോണ്ടിയർ? തന്നിട്ടുള്ള രാജ്യങ്ങളിൽ ഇന്ത്യയുമായി കൂടുതൽ കര അതിർത്തി പങ്കിടുന്നത്. ലാൻഡ് ഫ്രോണ്ടിയർ എന്ന് പറഞ്ഞാൽ കര അതിർത്തി എന്നാണ്. കര അതിർത്തി പങ്കിടുന്ന രാജ്യം ഒരു സംശയം വേണ്ട ബംഗ്ലാദേശ് ആണ്. ഇന്ത്യ പോലെ തന്നെ ചെറിയൊരു രാജ്യം അല്ലേ, ഇന്ത്യയുടെ അതേ രൂപം, ഏകദേശം അതേ രൂപം തന്നെയാണ് ബംഗ്ലാദേശിന് വരുന്നത്. അത് കംപ്ലീറ്റ് ആയിട്ട് ഇന്ത്യയുടെ അകത്താണ്. സോ എല്ലാ അതിൻ്റെ എഡ്ജസും അതിൻ്റെ ലാൻഡ് ഫ്രോണ്ടിയറും കരഭാഗവും ഇന്ത്യയുടെ അതിർത്തി പങ്കിടുന്നത് കൊണ്ട് ബംഗ്ലാദേശ് ആണ് ആൻസർ. അപ്പോൾ ചെറിയ രാജ്യം, കൂട്ടത്തിൽ പാകിസ്ഥാനൊക്കെ ചൈനയൊക്കെ വലിയ രാജ്യമാണ്, പക്ഷേ എന്ന് വെച്ച് അവരുടെ ലാൻഡ് ഫ്രോണ്ടിയർ മൊത്തം ഇന്ത്യയിലുമായിട്ട് പങ്കിടുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ബംഗ്ലാദേശ് വരുന്നത്. ബംഗ്ലാദേശ് ഇന്ത്യയുടെ അകത്ത് തന്നെ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് അപ്പോൾ ബംഗ്ലാദേശ് ആണ് ആൻസർ വരുന്നത്. സോ എ ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ ലാർജസ്റ്റ് റിവർ ബേസിൻ, ഇന്ത്യയിലെ ഏറ്റവും വലിയ നദിയും നദീതടം എന്നെല്ലാം അറിയുന്നത് ഗാഞ്ചസ്, ഗംഗയാണ്, ഗംഗാ തടമാണ്. ഓക്കെ, ഗംഗാ ബേസിനാണ് ആൻസർ, ഒരു സംശയം വേണ്ട. ഇനി വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് ദ ഹയസ്റ്റ് ക്ലൗഡ്? ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന മേഘം ഏത് എന്നതാണ് ഉത്തരം. സിറസ് ക്ലൗഡ്സ് ആണ്. ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നത് സിറസ് ക്ലൗഡ്സ് ആണ്. അപ്പം മറ്റ് മേഘങ്ങളൊക്കെ ഒന്ന് വായിച്ചു വെച്ചേക്കുക. പാളി പോലെ കാണുന്നതാണ് സ്ട്രാറ്റസ്, മഴമേഘങ്ങളാണ് നിംബസ്, പഞ്ഞിക്കെട്ട് പോലെ കാണുന്ന മേഘങ്ങളാണ് ക്യുമുലസ്. അപ്പോൾ എല്ലാ മേഘങ്ങളുടെയൊക്കെ തരം ഒന്ന് പഠിച്ചു വെച്ചാൽ ചിലപ്പോൾ അല്ലാതെ 2-3 മാർക്കിനൊക്കെ മേഘങ്ങൾ ചോദിക്കാം. അടുത്ത 4ാമത്തെ ചോദ്യം, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഗ്യാസസ് കോൺസ്റ്റിറ്റ്യൂട്ട് മേജർ പോർഷൻ ഓഫ് അറ്റ്മോസ്ഫിയർ? അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള വാതകം നൈട്രജൻ ആണ്, ഒരു സംശയം വേണ്ട, നൈട്രജൻ ആണ്, ഓക്സിജൻ അല്ല, നൈട്രജൻ ആണ്. ഓക്കെ, 5ാമത്തെ ചോദ്യം, എ ഡീപ് വാലി ക്യാരക്ടറൈസ്ഡ് ബൈ സ്റ്റെപ്പ് ലൈക്ക് സൈഡ് സ്ലോപ്സ്? അവിടെയാണ് നിങ്ങൾ നോക്കേണ്ടത്. സ്റ്റെപ്പ് ലൈക്ക് സൈഡ് സ്ലോപ്സ്, പടികൾക്ക് സമാന്തരമായുള്ള ഒരു ചരിവുകളോട് കൂടിയ അഗാധ താഴ്വരകളെ വിളിക്കുന്നത് കാനിയൻസ് എന്നാണ്. ഇതിൽ യു ഷേപ്ഡ് വാലി നമുക്ക് ആദ്യമേ കളയാം, കാരണം യു ഷേപ്ഡ് വാലി ഹിമാനികൾ രൂപം കൊടുക്കുന്ന ഒരു ഭൂരൂപമാണ്. എങ്കിൽ ബാക്കി 3ഉം ഒഴുകുന്ന ജലം രൂപം കൊള്ളിക്കുന്ന ഭൂരൂപങ്ങളാണ്. അപ്പോൾ ഇതിൽ ഗോർജസ് എന്ന് പറയുമ്പോൾ അഗാധ താഴ്വര, ഇത് സ്റ്റീപ്പ് സൈഡഡ് ആണ്, വളരെ സ്റ്റീപ്പ് അല്ലെ കുത്തനെ ചരിവുള്ളവയാണ് ഗോർജസ്. വി രൂപ താഴ്വര, വി ഷേപ്ഡ് വാലി അല്ലെങ്കിൽ ഗിരികന്ധരം എന്ന് പറയുമ്പോൾ അതേ ഷേപ്പാണ് അല്ലേ, വി ഷേപ്പ് ആയിരിക്കും. അപ്പോൾ കാനിയൻസ് ആണ് ഉത്തരം വരുന്നത്. കുറച്ചുകൂടി വീതി കൂടിയതാണ് കാനിയൻസ്. അപ്പോൾ കാനിയൻസ് ആണ് ഉത്തരം വരുന്നത്. കാനിയൻ ആണ് 5ാമത്തെ ആൻസർ. 6ാമത്തെ ക്വസ്റ്റ്യൻ, ദ മോസ്റ്റ് ഡിസ്ട്രക്റ്റീവ് എർത്ത് ഭൂകമ്പ തരംഗങ്ങളിൽ ഏറ്റവും വിനാശകാരിയായിട്ടുള്ളത് ആര് എന്നതാണ്. അപ്പോൾ ഉപരിതലത്തിൽ രൂപം കൊള്ളുന്ന അല്ലെങ്കിൽ സർഫസ് പ്രതലത്തിൽ രൂപം കൊള്ളുന്ന തരംഗങ്ങൾ തന്നെയാണ്. അപ്പോൾ ഉത്തരം സി ആണ്, സർഫസ് വേസ് ആണ് മോസ്റ്റ് ഡിസ്ട്രക്റ്റീവ് എർത്ത് കണ്ടോ. അപ്പോൾ ലാസ്റ്റ് നമ്മൾ 2018 ലാസ്റ്റ് ഇയർ ഡിസ്കസ് ചെയ്തതിനകത്തും ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു എർത്ത് ബേസ്ഡ്. ഈ വർഷം 2019 സർഫസ് വേസ് അല്ലെങ്കിൽ തരംഗങ്ങളുമായി ബന്ധപ്പെട്ട ഭൂകമ്പ തരംഗങ്ങളുമായ ഒരു ചോദ്യം വന്നിട്ടുണ്ട്. മിക്ക വർഷവും 1 വേർഡ് ചോദിച്ചിട്ടുള്ള വർഷങ്ങളിലെല്ലാം ഭൂകമ്പവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പോൾ അതൊന്ന് ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെച്ചേക്കുക. ഇനി നമുക്ക് 2019 ബോർഡ് എക്സാം 2019 ബോർഡ് എക്സാം ക്വസ്റ്റ്യൻ പരിശോധിക്കാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ എന്നാണ്. ചുവടെ തന്നിട്ടുള്ള പ്രസ്താവനയിൽ ശരി ഏത് എന്നതാണ്. 2 തന്നിട്ടുണ്ട്. ഫോക്കസ് ഓഫ് ആൻ എർത്ത് വിൽ ഓൾവേസ് ബി അറ്റ് ദി സർഫസ് ഓഫ് ദി എർത്ത്. എപ്പോഴും ഭൂകമ്പ പ്രഭവ കേന്ദ്രം ഭൗമ ഉപരിതലത്തിലായിരിക്കും എന്നതാണ് 1ാമത്തെ സ്റ്റേറ്റ്മെന്റ്. 2ാമത്തത് ഭൂകമ്പത്തിന്റെ അതികേന്ദ്രം എപ്പോഴും ഭൗമ ഉപരിതലത്തിലായിരിക്കും. അപ്പോൾ ഒരേ സ്റ്റേറ്റ്മെന്റ് തന്നെ, പക്ഷേ ഇവിടെ മാറിയിട്ടുള്ളത് ഫോക്കസും എപ്പി സെന്ററും, പ്രഭവ കേന്ദ്രവും അതുപോലെ അതികേന്ദ്രവുമാണ്. അപ്പോൾ ഒരിക്കലും മറന്നു പോകാതിരിക്കുക, എപ്പി സെന്റർ ആണ് ഭൂമിയുടെ ഉപരിതലത്തിൽ കാണപ്പെടുന്നത്, ഫോക്കസ് ഭൂമിയുടെ അകത്തായിരിക്കും, ഉള്ളിലായിരിക്കും സ്ഥിതി ചെയ്യുന്നത്. സോ ഉത്തരം ഇവിടെ ശരിയായ പ്രസ്താവന ഏത് എന്നതാണ്. അപ്പോൾ എപ്പി സെന്റർ ഈസ് ഓൾവേസ് അറ്റ് ദി സർഫസ് ഓഫ് ദി എർത്ത്. ഭൂകമ്പത്തിന്റെ അതികേന്ദ്രം എപ്പോഴും ഭൗമോപരിതലത്തിലായിരിക്കും. സോ ബി ആണ് ആൻസർ വരുന്നത്. അടുത്ത 2nd ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നാരോ ബെൽറ്റ് അലോങ് ശിവാലിക് ഫുഡ് ഹിൽസ് വെയർ സ്ട്രീംസ് ഡിസപ്പിയർ. അപ്പോൾ ഇത് നോർത്തേൺ പ്ലെയിൻസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഇന്ത്യയുടെ ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. അപ്പോൾ അരുവികൾ അപ്രത്യക്ഷമാകുന്ന ശിവാലിക് കുന്നുകളിലെ അടിവാരത്തിൽ ഇടുങ്ങിയ മേഖലയെ വിളിക്കുന്ന പേര് ബാബർ എന്നാണ്. ഓക്കെ, ബാബർ പ്രതലങ്ങൾ. ഓക്കെ, അപ്പോൾ ബാബർ പ്ലെയിൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ബാബർ ആണ് ആൻസർ വരുന്നത്, ബാബർ പ്ലെയിൻസ് ആണ്. അപ്പോൾ ഇത് ഇനി എവിടെയാണ് വീണ്ടും പ്രത്യക്ഷമാകുന്നത്? എവിടെയാണ്? തെറൈൽ പ്ലെയിൻസിലാണ് അല്ലേ. ചതുപ്പ് നിലങ്ങളൊക്കെ കാടൊക്കെ ഒരുപാടുള്ള തെറയിലാണ്. 3 തരമായിട്ടാണ് നമ്മൾ നമ്മൾ ഉത്തര മഹാസമതലങ്ങളെ തിരിച്ചിട്ടുള്ളത്. അതിൽ ബാബർ, തെറൈ, പിന്നെ അലൂവിയൽ പ്ലെയിൻസ് ആണ്, എക്കൽ സമതലങ്ങളാണ്. അപ്പോൾ ബാബറിൽ നദികൾ അപ്രത്യക്ഷമെന്ന് കാര്യം അവിടെ പെബിൾസ് ഒക്കെ ഉണ്ട്, ഇങ്ങനെ വലിയ വലിയ പെബിൾസ് ഒക്കെ ഉള്ളൊരു മേഖലയാണ്. അവിടെ നിന്ന് അപ്രത്യക്ഷമാകുന്നത് തെറയിലാണ് വീണ്ടും അപ്പിയർ ആവുന്നത്.
അടുത്ത ക്വസ്റ്റ്യൻ, തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹ്യൂമിഡിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്, ആർദ്രതയുമായി ബന്ധപ്പെട്ടതാണ്. അന്തരീക്ഷത്തിൽ കാണപ്പെടുന്ന ആർദ്രതയുടെ യഥാർത്ഥ അളവിനെ ഏത് പേര് വിളിക്കുന്നു എന്നാണ്. സമ്പൂർണ്ണ ആർദ്രത എന്നതാണ് ആൻസർ. സോ ആക്ച്വൽ എമൗണ്ട് ഓഫ് ഹ്യൂമിഡിറ്റി, ആക്ച്വൽ എന്ന് കേൾക്കുമ്പോഴേ ആബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി എന്ന് മനസ്സിലോട്ട് ആലോചിക്കണം കേട്ടോ. ആബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി ആണ് മലയാളത്തിൽ സമ്പൂർണ്ണ ആർദ്രത എന്ന് പറയാം. മറ്റൊരു ആർദ്രതയും കൂടി ഉണ്ട്, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി, ആപേക്ഷിക ആർദ്രതയും കൂടി ഉണ്ട്. അപ്പോൾ അതൊന്ന് പഠിച്ചു വെച്ചേക്കുക, മാറ്റിയും തിരിച്ചുമൊക്കെ ചോദിക്കാം. അടുത്തത് വീണ്ടും ഇന്ത്യയിൽ നിന്നൊരു ചോദ്യം വന്നിട്ടുണ്ട്. ടോട്ടൽ ഏരിയ ഓഫ് ഇന്ത്യ എത്രയാണ്, ഇന്ത്യയുടെ മൊത്ത വിസ്തീർണം എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു സംശയം വേണ്ട, GK ആണ്. 3.28 മില്യൺ സ്ക്വയർ കിലോമീറ്റർ ആണ്. ഓക്കെ, ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ്. അടുത്ത അഞ്ചാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, കണ്ടക്ഷൻ ഈസ് എ പ്രോസസ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഇൻ, സംനയനം എന്ന താപവ്യാപന പ്രക്രിയ നടക്കുന്നത് എവിടെയാണ് എന്നതാണ്. ഏറ്റവും താഴത്തെ ലെയർ അല്ലെ, ലോവർ ലെയർ ഓഫ് അറ്റ്മോസ്ഫിയർ, അന്തരീക്ഷത്തിന്റെ താഴ്ന്ന തലത്തിലാണ്. അപ്പോൾ സംനയനം, സംവഹനം ഒക്കെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഹീറ്റ് ട്രാൻസ്ഫർ അല്ലെ, താപവ്യാപനവുമായി ബന്ധപ്പെട്ട പ്രക്രിയകൾ ഏതെല്ലാം എന്ന് ചോദിക്കും. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻസ് എല്ലാം പഠിച്ചു വെച്ചേക്കുക. ഇപ്പോൾ കണ്ടക്ഷൻ ചോദിച്ച സ്ഥിതിക്ക് വേറെ ഏതെങ്കിലും തിരിച്ചും മറിച്ചുമൊക്കെ ചോദിക്കാം. അപ്പോൾ ഏറ്റവും താഴ്ന്ന തലങ്ങളിലാണ് എന്തുണ്ടാവുന്നത്, സംനയനം അല്ലെങ്കിൽ കണ്ടക്ഷൻ ഉണ്ടാവുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഫോളിയേഷൻ, അത് റോക്കുമായിട്ട് ബന്ധപ്പെട്ടതാണ്, നമുക്ക് വെതറിങ്ങിനകത്തൊക്കെ വരുന്നതാണ് കേട്ടോ. അപ്പോൾ റോക്സിന്റെ ചാപ്റ്റർ ഡിലീറ്റഡ് ആണെങ്കിലും ഇത് ചിലപ്പോൾ ചോദിക്കാം. ഫോളിയേഷൻ എന്ന് പറയുന്നത് വെതറിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഏത് റോക്കിൽ കാണപ്പെടുന്നു എന്നാണ്. കായാന്തരിത ശിലകളിലാണ് അല്ലെങ്കിൽ മെറ്റാമോർഫിക് റോക്കിലാണ് ഫോളിയേഷൻ ഉണ്ടാവുന്നത്. ഇതിപ്പോൾ ചോദിക്കണമെന്നില്ല, കാരണം റോക്സിന്റെ ചാപ്റ്റർ ഡിലീറ്റഡ് ആണ്. അപ്പോൾ ചോദിക്കാതിരിക്കാം. പക്ഷേ നമ്മുടെ വെതറിങ് ഇറോഷനൊക്കെ ഉള്ള ചാപ്റ്റർ ഉള്ളതുകൊണ്ട്, ജിയോമോർഫിക് പ്രോസസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉള്ളതുകൊണ്ട് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഫോളിയേഷൻ എന്ന് പറഞ്ഞ പ്രക്രിയ നടക്കുന്നത് കായാന്തരിത ശിലകൾ അല്ലെങ്കിൽ മെറ്റാമോർഫിക് റോക്സിലാണ്. ഓക്കെ, മെറ്റാമോർഫിക് റോക്സിലാണ് ഇത് ഉണ്ടാകുന്നത്. സോ സെവൻത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഗ്രൂപ്പ്സ് ഓഫ് ഇൻഡിവിജ്വൽ ഓർഗാനിസംസ് ഹാവിംഗ് സിമിലാരിറ്റീസ് ഇൻ ദെയർ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ആർ നോൺ ആസ്, ഭൗതിക സവിശേഷതകളിൽ സമാനതകളുള്ള ഓരോ ജീവവർഗത്തിൻ്റെയും കൂട്ടങ്ങൾ അറിയപ്പെടുന്ന പേര് എന്നതാണ്. സോ സ്പീഷീസ് ആണ് ആൻസർ. ഓക്കെ, സ്പീഷീസ് ഈ ജീവജാലങ്ങൾ. ഓക്കെ, സ്പീഷീസ് ജീവജാലങ്ങൾ എന്നതാണ് ആൻസർ വരുന്നത്. സോ ഒന്ന് നോക്കി വെച്ചേക്ക്, നമ്മുടെ ബയോഡൈവേഴ്സിറ്റിയുടെ ഒക്കെ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചതിലുള്ള ഒരു ചോദ്യമാണ്. സോ സെവൻത് ക്വസ്റ്റ്യൻ്റെ ആൻസർ സ്പീഷീസ് ജീവജാലങ്ങൾ എന്നാണ്. 2019 ഇംപ്രൂവ്മെന്റിലെ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് പരിശോധിച്ച് നോക്കാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് യൂസ് ടു മെഷർ ഇന്റൻസിറ്റി ഓഫ് എർത്തുക്വേക്ക്, ചുവടെ ചേർത്തിട്ടുള്ളവയിൽ ഭൂകമ്പ തീവ്രത അളക്കാൻ ഉപയോഗിക്കുന്നത് ഏത് എന്നതാണ്. സോ ഭൂകമ്പ തീവ്രത എന്ന് കേൾക്കുമ്പോഴേ മെർക്കലി സ്കെയിൽ അങ്ങ് ആലോചിച്ചോണം. ഓക്കെ, സോ മീൻസ് MI എന്ന് ഓർത്തിരിക്കുക. സോ മെർക്കലി ആണ് ഉത്തരം, മെർക്കലി സ്കെയിലാണ് ആൻസർ വരുന്നത്. അപ്പോൾ അടുത്തൊരു ചോദ്യം ചോദിക്കുക, അതിൽ തന്നെ ഉള്ളതാണ്. റിക്ടർ സ്കെയിൽ ഉണ്ട്. റിക്ടർ എന്ന് കേൾക്കുമ്പോഴേ മാഗ്നിറ്റ്യൂഡ് ആണ്, ഭൂകമ്പത്തിന്റെ വ്യാപ്തി അളക്കാൻ ഉപയോഗിക്കുന്നതാണ് റിക്ടർ സ്കെയിൽ എങ്കിൽ, മെർക്കലി സ്കെയിൽ എന്ന് പറയുന്നത് ഇന്റൻസിറ്റി അളക്കാനുള്ളതാണ്. ഓക്കെ, ഇന്റൻസിറ്റി മെർക്കലി സ്കെയിൽ, റിക്ടർ സ്കെയിൽ മാഗ്നിറ്റ്യൂഡ്. അപ്പോൾ ഭൂകമ്പത്തിന്റെ വ്യാപ്തി അളക്കാൻ റിക്ടർ സ്കെയിലും ഭൂകമ്പത്തിന്റെ തീവ്രത അളക്കാൻ ഉപയോഗിക്കുന്നത് മെർക്കലി സ്കെയിലുമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ റിലീസ് ഓഫ് മോയ്സ്ചർ ഇൻ ഡിഫറെന്റ് ഫോംസ് ആഫ്റ്റർ കണ്ടൻസേഷൻ, ഘനീകരണത്തിന് ശേഷം ജലബാഷ്പം സ്വതന്ത്രമാകപ്പെടുന്ന പ്രക്രിയ എന്ന് പറയുന്നത് വർഷണമാണ്. ഓക്കെ, വർഷണം അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പ്രസിപ്പിറ്റേഷൻ എന്ന് പറയും, പ്രസിപ്പിറ്റേഷൻ. ഓക്കെ, പ്രസിപ്പിറ്റേഷൻ ആണ് ആൻസർ വരുന്നത്. സോ ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെച്ചേക്കുക. അടുത്തത്, ഇൻ ജനറൽ ഐസോതേംസ് ആർ, സമതാപരേഖകൾ പൊതുവെ എങ്ങനെ ആയിരിക്കും, അക്ഷാംശ രേഖകൾക്ക് സമാന്തരമായിരിക്കും. ഓക്കെ, പാരലൽ ടു ലാറ്റിറ്റ്യൂഡ്, ബി ആണ് ആൻസർ. ഐസോതേംസ് പാരലൽ ടു ലാറ്റിറ്റ്യൂഡ്സ് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഉൾക്കടൽ ഗൾഫ് സിറ്റുവേറ്റഡ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ശ്രീലങ്ക, തെറ്റിക്കരുത്, കാര്യം ഗൾഫാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഗൾഫ് ഓഫ് മന്നാർ ആണ് ആൻസർ വരുന്നത്. ഗൾഫ് ഓഫ് മന്നാർ. ഇനി കടലിടുക്ക് ചോദിക്കുകയാണെങ്കിൽ ഏതാണ്, പാക് സ്ട്രൈറ്റ് ആണ്. അപ്പൊ തിരിഞ്ഞു പോരുത്, ഗൾഫ് ചോദിക്കുകയാണെങ്കിൽ ഗൾഫ് ഓഫ് മന്നാറും, ഇനി സ്ട്രൈറ്റ്, പാക് സ്ട്രൈറ്റ് ആണ് അതിന്റെ ആൻസർ. സ്ട്രൈറ്റ്, കടലിടുക്ക് ഏതെന്ന് ചോദിച്ചാൽ, സ്ട്രൈറ്റ് ചോദിച്ചാൽ മാത്രം എന്ത് മാർക്ക് ചെയ്ത്, ഇനി മാപ്പ് വർക്കിനും ഒക്കെ ചോദിക്കാം പാക് സ്ട്രൈറ്റ്, PALK, പാക് സ്ട്രൈറ്റ്. ഇത് മാപ്പ് വർക്കിനും ചോദിക്കാം. ഗൾഫ് ചോദിച്ചാൽ ഇന്ത്യക്ക് ശ്രീലങ്കയ്ക്ക് ഇടയിൽ ഉള്ള ഭാഗത്ത് ഗൾഫ് ഓഫ് മന്നാർ എന്ന് എഴുതുക. സ്ട്രൈറ്റ് ആണ്, കടലിടുക്കാണ് ചോദിക്കുന്നതെങ്കിൽ പാക് സ്ട്രൈറ്റ്, PALK, പാക് സ്ട്രൈറ്റ് എഴുതുക. അടുത്തത്, നെയിം ദി നാരോ ലോങ് ലോഞ്ചിറ്റ്യൂഡൽ വാലീസ് ഇൻ ഹിമാലയൻ റീജിയൻ, ഹിമാലയൻ പ്രദേശത്ത് നീളമേറിയതും ഇടുങ്ങിയതുമായ താഴ്വരകളെ വിളിക്കുന്ന പേര് ഡ്യൂൺസ് എന്നാണ്. ഡ്യൂൺസ്.
വീണ്ടും ഇന്ത്യയുടെ ഭൂപ്രകൃതിയിൽ നിന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഡ്യൂൺസ്, ഹിമാലയ റീജിയനിൽ നിന്നുള്ള ചോദ്യമാണ് ഡ്യൂൺസ്. ഡെഹ്റാഡൂൺ എന്ന് കേട്ടിട്ടില്ലേ? അപ്പോൾ ഡ്യൂൺസ് ആണ് ഉത്തരം വരുന്നത്. അടുത്തത് 6th ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ടോപ്പിക് ആണ്, അപ്പോൾ അത് നമുക്ക് സ്കിപ്പ് ചെയ്യാം. അടുത്ത 7ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഐഡന്റിഫൈ ദ ടേം ദാറ്റ് റിഫേഴ്സ് ടു നമ്പർ ആൻഡ് വെറൈറ്റി ഓഫ് ഓർഗാനിസംസ് ഫൗണ്ട് വിത്തിൻ സ്പെസിഫൈഡ് ജോഗ്രഫിക് റീജിയൻ. ഒരു നിശ്ചിത ഭൂപ്രദേശത്ത് കാണപ്പെടുന്ന ജീവജാലങ്ങളുടെ എണ്ണത്തെയും വൈവിധ്യത്തെ സൂചിപ്പിക്കും. അപ്പോൾ വൈവിധ്യം എന്ന് വന്നപ്പോഴേ ജൈവ വൈവിധ്യം എന്ന് ആലോചിക്കുക. വെറൈറ്റി ഓഫ് ഓർഗാനിസം എന്ന് കാണുമ്പോഴേ നിങ്ങൾ എന്ത് ആലോചിക്കണം? എന്താണ്? ബയോഡൈവേഴ്സിറ്റി എന്ന് ആലോചിക്കുക കേട്ടോ. ആൻസർ, അപ്പോൾ അതിൻ്റെ ആൻസർ ബയോഡൈവേഴ്സിറ്റി എന്നാണ്. ഇനി നമുക്ക് 2020 മോഡലിലോട്ട് പോകാം. 2020 വീണ്ടും റിപ്പീറ്റ് വന്നിട്ടുണ്ട്. നമ്മുടെ എർത്ത് ക്വേക്കിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ആണ്. വീണ്ടും അതേ ക്വസ്റ്റ്യൻ തന്നെ വന്നിരിക്കുന്നു. ഷാഡോ സോൺ ഓഫ് പി വേവ്സ്. പി തരംഗത്തിന്റെ നിഴൽ മേഖല ഏതെന്നാണ് ഒരു സംശയം വേണ്ട. 105 മുതൽ 145 വരെയാണ് കേട്ടോ. 105 മുതൽ 145 ഡിഗ്രി വരെയാണ്. അപ്പോൾ അത് വീണ്ടും റിപ്പീറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് കൺവെക്ഷൻ കറണ്ട്, സംവഹന പ്രവാഹ സിദ്ധാന്തം ആര് കൊണ്ടുവന്നു എന്നതാണ്. ഒരു സംശയം വേണ്ട, ആർതർ ഹോംസ് ആണ് കൺവെക്ഷൻ കറണ്ട് തിയറി കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, സംവഹന പ്രവാഹ സിദ്ധാന്തം കൊണ്ടുവന്നത് ആർതർ ഹോംസ് ആണ്. അടുത്തത് വീണ്ടും ഡിലീറ്റഡ് ടോപ്പിക് ആണ്, റോക്സ് ആൻഡ് മിനറൽസ് എന്ന്. സോ സ്കിപ്പ് ചെയ്യാം. 4th ക്വസ്റ്റ്യൻ, ദ തിൻ ആൻഡ് ഡിറ്റാച്ച്ഡ് ക്ലൗഡ്സ് വിത്ത് ഫെദറി അപ്പിയറൻസ്. വീണ്ടും മേഘങ്ങളിൽ നിന്നൊരു ചോദ്യം വന്നിരിക്കുന്നു. എന്താണ്? തൂവൽ പോലുള്ള ഉയർന്ന വിധാനങ്ങളിൽ കാണപ്പെടുന്ന, അല്ലെങ്കിൽ ഏറ്റവും ഉയരത്തിലുള്ളതെന്ന് നേരത്തെ ചോദിച്ചിരുന്നു. അപ്പോൾ ഹൈ ആൾട്ടിറ്റ്യൂഡ് എന്ന് കാണുമ്പോഴേ ഒരു സംശയം വേണ്ട, ഇതും റിപ്പീറ്റഡ് ആണ്. സിറസ് ക്ലൗഡ്സ് ആണ് കേട്ടോ ഏറ്റവും ഉയരത്തിലുള്ളതും. അതുപോലെ തന്നെ തൂവൽ പോലുള്ളതൊക്കെ മേഘങ്ങളെ വിളിക്കുന്ന പേര് സിറസ് എന്നാണ്. അടുത്തത് എ റെഗുലർ ഫ്ലോ ഓഫ് ഓഷൻ വാട്ടർ ഇൻ എ ഡെഫിനിറ്റ് പാത്ത് ആൻഡ് ഡിറക്ഷൻ. നിയതമായ മാർഗത്തിലും ദിശയിലും ഉള്ള സമുദ്രജലത്തിന്റെ തുടർച്ചയായ ഒഴുക്കിനെ വിളിക്കുന്ന പേര് സമുദ്രജല പ്രവാഹങ്ങൾ, ഓഷൻ കറൻസ് എന്നാണ്. ഒരു സംശയം വേണ്ട. അപ്പോൾ മൂവ്മെന്റ്സ് ഓഫ് ഓഷൻ വാട്ടർ എന്ന ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യമാണ്. അപ്പോൾ ടൈഡിൽ നിന്നും ഒക്കെ ചോദിക്കാം. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ് ഓഷൻ കറൻസ്, ടൈഡ്സ്. അതുപോലെ അവരുടെയൊക്കെ പേരുകളൊന്ന് പഠിച്ചു വെച്ചേക്കുക. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓഷൻ കറൻസ്, സമുദ്രജല പ്രവാഹങ്ങളുടെ പേരുകളൂടിയൊക്കെ പഠിച്ചു വെച്ചേക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, മെഗാ ഡൈവേഴ്സിറ്റി സെന്റേഴ്സ് ആർ ലൊക്കേറ്റഡ് ഇൻ. മെഗാ ഡൈവേഴ്സിറ്റി സെന്ററുകൾ എവിടെ സ്ഥിതി ചെയ്യുന്നു? ഒരു സംശയം വേണ്ട, ട്രോപ്പിക്കൽ റീജിയൻസിലാണ് കേട്ടോ, ഉഷ്ണമേഖലകളിലാണ് മെഗാ ഡൈവേഴ്സിറ്റി സെന്ററുകൾ കൂടുതൽ കാണപ്പെടുന്നത്. ഇനി നമുക്ക് ഈ 2020 ഇംപ്രൂവ്മെന്റിലെ ക്വസ്റ്റ്യൻ പേപ്പർ പരിശോധിക്കാം. ദ ഗ്യാസ് വിച്ച് ഈസ് ലാർജ്ലി റെസ്പോൺസിബിൾ ഫോർ ഗ്രീൻ ഹൗസ് ഗ്യാസ്. അപ്പോൾ ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ചോദിക്കാറുണ്ട്. GHGs എന്നൊക്കെ അറിയപ്പെടും. അപ്പോൾ ഗ്രീൻ ഹൗസ് ഗ്യാസുകളുടെ പേരൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ്. അപ്പോൾ ഗ്രീൻ ഹൗസ് ഗ്യാസുകളൊന്ന് പഠിച്ചു വെച്ചേക്കുക. അപ്പോൾ ഗ്രീൻ ഹൗസ് ഗ്യാസിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഗ്യാസ് കാർബൺ ഡയോക്സൈഡ് തന്നെയാണ്. ഓക്കെ, ഇനി അടുത്തത് വീണ്ടും ടൈഡിൽ നിന്നൊരു ചോദ്യം വന്നു. മൂവ്മെന്റ്സ് ഓഫ് ഓഷൻ വാട്ടറിൽ നിന്നൊരു ചോദ്യം വന്നു. സ്പ്രിംഗ് ടൈഡ്സ് എപ്പോഴാണ് കാണപ്പെടുന്നത്? വാവുവേലികൾ ഉണ്ടാകുന്നത് എപ്പോഴാണ്? ബോത്ത് ഫുൾ മൂൺ ആൻഡ് ന്യൂ മൂൺ ഡേയ്സ്. സി ആണ് ഉത്തരം. വെളുത്ത വാവ് ദിവസങ്ങളിലും കറുത്ത വാവ് ദിവസങ്ങളിലും ഉണ്ടാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫുൾ മൂൺ ആൻഡ് ന്യൂ മൂൺ ഡേയ്സ് ആണ് സ്പ്രിംഗ് ടൈഡ് ഉണ്ടാവുന്നത്. അടുത്തത് 3rd ക്വസ്റ്റ്യൻ, ദ പ്രോസസ് ഓഫ് സ്ലോ മൂവ്മെന്റ് ഓഫ് സോയിൽ മാസ്. ജലപൂരിതമായ മണ്ണ് ചരിവിലൂടെ സാവധാനം താഴേക്ക് ഒഴുകുന്നതിനെ സോളിഫ്ലക്ഷൻ എന്നാണ് വിളിക്കുന്നത് കേട്ടോ. സോളിഫ്ലക്ഷൻ. അപ്പോൾ സോളി എന്ന് ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ മണ്ണിന്റെ സാവധാനമുള്ള അല്ലെങ്കിൽ ചരിവിലൂടെ സാവധാനമുള്ള ഒഴുക്കിനെ വിളിക്കുന്നത് സോളിഫ്ലക്ഷൻ. ഡി ആണ് ഉത്തരം. 4ാമത്തെ ക്വസ്റ്റ്യൻ, ദ വിൻഡ് ദാറ്റ് ബ്ലോസ് പാരലൽ ടു ഐസോബാർ. ഇത് റിപ്പീറ്റഡ് ആണ്, ഈ വർഷമൊക്കെ ചോദിച്ചൊരു ചോദ്യമാണ്. എന്താണ്? സമമർദ്ദ രേഖകൾക്ക് സമാന്തരമായി വീശുന്നത് ജിയോസ്ട്രോഫിക് വിൻഡുകളാണ്. ഓക്കെ, ജിയോസ്ട്രോഫിക് വിൻഡ്. അടുത്തത് 5ാമത്തെ ചോദ്യം, ദ പ്ലാന്റ് ആൻഡ് ആനിമൽ കമ്മ്യൂണിറ്റി ദാറ്റ് കവേഴ്സ് എ ലാർജ് ജോഗ്രഫിക്കൽ ഏരിയ. വളരെ വിശാലമായ ഭൂപ്രദേശത്ത് വ്യാപകമായി കാണപ്പെടുന്ന സസ്യജീവി സമൂഹത്തെ വിളിക്കുന്ന പേര് ബയോം എന്നാണ്. ഓക്കെ, ബയോംസ്. വീണ്ടും ബയോഡൈവേഴ്സിറ്റി എന്ന ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യമാണ്. അടുത്തത്, ദ ടേം അസോസിയേറ്റഡ് വിത്ത് ഫങ്ഷൻസ് ഓഫ് മൂൺ. ഇത് ഡിലീറ്റഡ് ടോപ്പിക് ആണ്. മൂണിന്റെ ടോപ്പിക്ക് ആ ചാപ്റ്ററിൽ നിന്ന് ഡിലീറ്റഡ് ആണെങ്കിലും ബിഗ് സ്പ്ലാറ്റ് ആണ് മൂണുമായിട്ട് ബന്ധപ്പെട്ട തിയറി, പക്ഷേ ഡിലീറ്റഡ് ആണ്, അതുകൊണ്ട് ജസ്റ്റ് നമുക്ക് സ്കിപ്പ് ചെയ്യാം. അടുത്തത് നമുക്ക് 2021 മോഡലിലെ ക്വസ്റ്റ്യൻസ് പരിശോധിക്കാം. ദ സ്കോളർ ഹു കോയിൻ ദ ടേം ജോഗ്രഫി. ഭൂമിശാസ്ത്രം എന്ന പദത്തിന്റെ ഉപജ്ഞാതാവ് ആര് എന്നതാണ്. ഒരു സംശയം വേണ്ട, സി ഇറാത്തോസ്തെനസ് ആണ്. ഫാദർ ഓഫ് ജോഗ്രഫി എന്നൊക്കെ അറിയപ്പെടുന്ന വ്യക്തിയാണ് ഇറാത്തോസ്തെനസ്. അടുത്തത്, ബ്രാഞ്ച് ഓഫ് ഫിസിക്കൽ ജോഗ്രഫി വിച്ച് ഈസ് ഡിവോട്ടഡ് ടു സ്റ്റഡി ഓഫ് ലാൻഡ് ഫോംസ്. ഭൂരൂപങ്ങളെ കുറിച്ചുള്ള പഠനം. അത് മലയാളക്കാർക്ക് എളുപ്പമാണ്. ഭൂരൂപങ്ങളെ കുറിച്ചുള്ള പഠനം ഭൂരൂപീകരണ ശാസ്ത്രം, എ ആണ്. അപ്പോൾ ഇംഗ്ലീഷുകാർക്ക് എന്തെങ്കിലും ഇപ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ ഡൗട്ട് ഉണ്ട്, നിങ്ങൾക്ക് അതിൽ ഏതെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ മലയാളം ക്വസ്റ്റ്യൻ കൂടി നോക്കുക. അപ്പം മലയാളം ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ആ ഉത്തരം കിട്ടും. ഈ ഒരു ചോദ്യം അങ്ങനെയുള്ളതാണ്. അങ്ങനെയുള്ള ചോദ്യങ്ങൾ വരികയാണെങ്കിൽ ഇംഗ്ലീഷിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മലയാളം ക്വസ്റ്റ്യൻസ് കൂടി നോക്കുക.
ഭൂരൂപങ്ങളെ കുറിച്ചുള്ള പഠനം ഭൂരൂപീകരണ ശാസ്ത്രമാണ്. അപ്പോൾ എ ജിയോമോർഫോളജി ആണ് ആൻസർ വരുന്നത്. കാര്യം ബാക്കിയുള്ളതൊന്നും ലാൻഡ് ഫോംസുമായിട്ട് ബന്ധമില്ലാത്ത വാക്കുകളുമാണ് അല്ലേ, ക്ലൈമറ്റോളജി, ഹൈഡ്രോളജി, സോയിൽ ജോഗ്രഫി ഒക്കെ. അപ്പോൾ നമുക്കത് സ്കിപ്പ് ചെയ്യാൻ സാധിക്കും. ഇൻ കേസ് ഇങ്ങനെ എന്തെങ്കിലും ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസിൽ ഡൗട്ട് വന്നാൽ മലയാളം ക്വസ്റ്റ്യൻസ് കൂടി ഒന്ന് റെഫർ ചെയ്യുക. തേർഡ് ക്വസ്റ്റ്യൻ, എ മേജർ പ്ലേറ്റ്, ഒരു വൻ ഫലകം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു സംശയം വേണ്ട, പസഫിക് പ്ലേറ്റ് ആണ്. പസഫിക് പ്ലേറ്റ് ഒരു ഓഷ്യാനിക് പ്ലേറ്റ് ആണ്, പക്ഷേ ഒരു മേജർ പ്ലേറ്റ് ആണ്, ഒരു വൻ ഫലകമാണ്. അപ്പോൾ പസഫിക് ഫലകമാണ് ഉത്തരം. അടുത്തത് ദ ഹയസ്റ്റ് പീക്ക് ഇൻ പെനിൻസുലാർ പ്ലേറ്റും ആണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ കാഞ്ചൻജംഗയും മൗണ്ട് എവറസ്റ്റും ഒക്കെ നിങ്ങളെ കൺഫ്യൂസ് ചെയ്യാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ നല്ല രീതിയിൽ വായിച്ചു നോക്കുക. ഉപദ്വീപീയ പീഠഭൂമിയിൽ ഉയരം കൂടിയ കൊടുമുടിയാണ്, ഒരു സംശയം വേണ്ട, കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന ആനമുടിയാണ്. ഇത് മാപ്പ് വർക്കിന് ചോദിക്കാം. അപ്പോഴും എവറസ്റ്റോ കാഞ്ചൻജംഗയോ ഒന്നും മാർക്ക് ചെയ്യരുത്, ഉത്തരം ആനമുടിയാണ്. ഓക്കെ, അടുത്തത് ലോക്തക് ലേക്കിനെ പറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. ലോക്തക് ലേക്ക് എവിടെ സ്ഥിതി ചെയ്യുന്നു എന്നതാണ്, ഒരു സംശയം വേണ്ട, മണിപ്പൂർ ആണ്. ഓക്കെ, മണിപ്പൂരിലാണ് സ്ഥിതി ചെയ്യുന്നത്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ലോക്തക് ആണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്, മണിപ്പൂറാണ്. ബാക്കി ഒരു നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ് ഇവിടെ കൊടുത്തിട്ടില്ല, ബാക്കിയെല്ലാം മറ്റ് സ്റ്റേറ്റുകളുടെ പേരാണ്. സോ ആൻസർ മണിപ്പൂർ ആണ്, ലോക്തക് ലേക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, ഭൂമിയുടെ ഏറ്റവും പുറമെയുള്ള ഖരഭാഗം ഏത് എന്നതാണ്. ഔട്ടർ മോസ്റ്റ് സോളിഡ് പാർട്ട് എന്ന് പറയുന്നത് ക്രസ്റ്റ് ആണ്. ഏറ്റവും പുറത്തുള്ളത് ഏതാണ്, ഭൂവൽക്കം, ക്രസ്റ്റ് ആണ് ആൻസർ വരുന്നത്. അടുത്തത് 2021 ബോർഡ് എക്സാം ക്വസ്റ്റ്യൻസ് നമുക്ക് പരിശോധിക്കാം. ക്വസ്റ്റ്യൻ, ഷാഡോ സോൺ ഫോർ പി വേവ്സ് വീണ്ടും റിപ്പീറ്റ് വന്നിരിക്കുന്നു. ഭൂകമ്പ തരംഗങ്ങളെ പറ്റി വീണ്ടും റിപ്പീറ്റ് വന്ന ക്വസ്റ്റ്യൻ ആണ്. ഷാഡോ സോൺ എന്ന് പറയുമ്പോൾ ബിറ്റ്വീൻ 105 to 145. അപ്പോൾ മൂന്നാമത്തെ വട്ടം ആണ് പി വേവ്സിനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻ വരുന്നത്. സോ ആൻസർ ബി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ടൈഡ്സ് ഫോംഡ് വെൻ പൊസിഷൻ ഓഫ് എർത്ത്, സൺ, മൂൺ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. വീണ്ടും ടൈഡിൽ നിന്നൊരു ചോദ്യം വന്നിട്ടുണ്ട്. ചന്ദ്രനും സൂര്യനും ഭൂമിയും നേർരേഖയിൽ വരുന്നതിനെ വിളിക്കുന്ന പേര് സ്പ്രിംഗ് ടൈഡ്സ് എന്നാണ്. സി, സ്പ്രിംഗ് ടൈഡ്സ്, വാവുവേലിയാണ്. ഇനി അത് എന്താണ്, 90 ഡിഗ്രിയിലാണ് വരുന്നതെങ്കിലോ നീപ് ടൈഡ് ആണ്. അപ്പോൾ ചിത്രമൊക്കെ വരച്ച് നിങ്ങൾ പഠിക്കണം. ഇതിപ്പോൾ 1 വേർഡ് അല്ലെങ്കിൽ എസ്സേ ആയിട്ടോ അല്ലെങ്കിൽ 2 മാർക്സ് 3 മാർക്സ് ആയിട്ടൊക്കെ ടൈഡ്സിൽ നിന്ന് ചോദ്യം വരാറുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. ദ മോസ്റ്റ് എക്സ്പ്ലോസീവ് ഓഫ് എർത്ത് വോൾക്കാനോസ്, ലോകത്തിലെ ഏറ്റവും വിസ്ഫോടനകരമായ അഗ്നിപർവ്വതങ്ങൾ കാൽഡറാസ് ആണ്. ഓക്കെ, കാൽഡറാസ് ആണ്, കാൽഡറ ആണ് ഉത്തരം വരുന്നത്. ഏറ്റവും വിസ്ഫോടനകരമായ അഗ്നിപർവ്വതങ്ങൾ കാൽഡറയാണ്. അടുത്തത്, ദ പീരിയോഡിക് റൈസ് ആൻഡ് ഫോൾ ഇൻ സീ ലെവൽ ഈസ് കോൾഡ്. വീണ്ടും മൂവ്മെന്റ്സ് ഓഫ് ഓഷൻ വാട്ടറിൽ നിന്നാണ്, ടൈഡിൽ നിന്ന് തന്നെയാണ് ചോദ്യം വന്നിട്ടുള്ളത്. വേലി അല്ലെങ്കിൽ ടൈഡ് തന്നെയാണ്. അപ്പോൾ ഒരേ വർഷത്തെ തന്നെ 2 ചോദ്യങ്ങൾ ആ ഒരു ടോപ്പിക്കിൽ നിന്ന് വന്നിട്ടുണ്ട്. ടൈഡ്, പീരിയോഡിക് റൈസ് ആൻഡ് ഫോൾ ഇൻ സീ ലെവൽ, ടൈഡ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ലെയർ ഓഫ് എർത്ത് നോൺ ആസ് നിഫെ. നിക്കലും ഫെറസുമാണ് നിഫെ. അപ്പോൾ നിക്കലും ഫെറസൊക്കെ ഭാരം കൂടിയ ഒരു മൂലകമാണ്. ഇതെല്ലാം കാണപ്പെടുന്നത് കോറിലാണ്, അകക്കാമ്പിലാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ കോറാണ് ആൻസർ. അടുത്ത 6th ക്വസ്റ്റ്യൻ, കോൾഡ് കറണ്ട് ആണ് ചോദിച്ചിട്ടുള്ളത്. ശീതജല പ്രവാഹമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഒരെണ്ണമേ ഉള്ളൂ, ലാബ്രഡോർ. സി, ലാബ്രഡോർ കറണ്ട് ആണ്, പ്രവാഹമാണ് ശീതജല. ബാക്കിയെല്ലാം വാം കറണ്ട്സ് ആണ്. ഖുറേഷ്യോ, ഗൾഫ് കറണ്ട്, അഗുൽഹാസ് എല്ലാം വാം കറണ്ട് ആണ്, ഉഷ്ണജല പ്രവാഹങ്ങളാണ്. ഇനി 2022 ഇംപ്രൂവ്മെന്റ് നോക്കാം. ദ ലാർജസ്റ്റ് ഐലൻഡ് ഇൻ ലക്ഷദ്വീപ് ഗ്രൂപ്പ്. ലക്ഷദ്വീപ് സമൂഹത്തിലെ ഏറ്റവും വലിയ ദ്വീപ് ഏതാണെന്നാണ് ഓപ്ഷനിൽ തന്നിട്ടുള്ളതിൽ ഏറ്റവും വലുത് മിനിക്കോയാണ്. പക്ഷേ ആക്ച്വലി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അന്ത്രോത്താണ് ലക്ഷദ്വീപിലെ ഏറ്റവും വലിയ ഐലൻഡ്, അന്ത്രോത്ത്. പക്ഷേ അന്ത്രോത്ത് ഓപ്ഷനിലില്ല, അതായത് സെക്കൻഡ് ലാർജസ്റ്റ് മിനിക്കോയാണ്. അപ്പോൾ ഓപ്ഷനിൽ മിനിക്കോയ് ഉള്ളതുകൊണ്ട് ആൻസർ മിനിക്കോയാണ്. പക്ഷേ ലാർജസ്റ്റ് ഐലൻഡ് അന്ത്രോത്താണ്. ഇപ്പോൾ കറണ്ടായിട്ട് അപ്ഡേറ്റ് ചെയ്തതാണ്, ഏറ്റവും വലുത് അന്ത്രോത്താണ്. പക്ഷേ ടെക്സ്റ്റിലും NCERT-യിലും എല്ലാം മിനിക്കോയ് ആയതുകൊണ്ട് മിനിക്കോയാണ് ആൻസർ. ദ മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് എർത്ത് ക്വേക്ക്, അതായത് സർവ്വസാധാരണമായി അനുഭവപ്പെടുന്ന ഭൂകമ്പം ടെക്ടോണിക് ആണ്. ഫലകചലനങ്ങളുടെ കാരണത്താൽ രൂപം കൊള്ളുന്നത് ടെക്ടോണിക് ആണ്. സോ ആൻസർ ടെക്ടോണിക്. അടുത്തത്, ഐഡന്റിഫൈ ദ പ്ലേറ്റ് ബൗണ്ടറി ദാറ്റ് മൂവ് എവേ ഫ്രം ഈച്ച് അതർ. ഫലകങ്ങൾ തമ്മിൽ അകന്നു പോകുന്ന സീമ വിയോജക സീമയാണ്, ഒരു സംശയം വേണ്ട. നമ്മൾ പറയത്തില്ല, ചില കാര്യങ്ങൾ പറയുമ്പോൾ വിയോജിക്കുന്നു, ഞാൻ അതുമായിട്ട് ചേരുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഉണ്ട്. അപ്പോൾ വിയോജക സീമയാണ്. ഈ പ്ലേറ്റ് മൂവ്മെന്റ്സ് അല്ലെങ്കിൽ ഈ സീമകൾ, ബൗണ്ടറീസും എക്സാമിന് ചോദിക്കും, പല മാർക്കിന് ചോദിക്കും. അപ്പോൾ ചിത്രം വരച്ച് തന്നെ പഠിക്കുക. അപ്പോൾ വിയോജക സീമ എന്ന് പറയുമ്പോൾ 2 ബോക്സ് കണക്ക് വരച്ചിട്ട് ആരോസ് ഓപ്പോസിറ്റ് ഡയറക്ഷൻസിൽ ഇടുക. സെയിം ഡയറക്ഷനിൽ ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് കൺവേർജന്റ് ബൗണ്ടറിയും സ്ലൈഡ് പാസ് ഫീച്ചർ, ഒന്നിൻ്റെ മുകളിലൂടെ ഒന്ന് ബോക്സ് വരയ്ക്കുകയാണെങ്കിൽ അത് ട്രാൻസ്ഫോം ബൗണ്ടറി ആണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് പ്ലേറ്റ് ബൗണ്ടറീസ്. ഫലക ചലനങ്ങൾ അല്ലെങ്കിൽ ഫലക സീമകളെ പറ്റിയൊക്കെ ചോദിക്കാറുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ എക്സ്റ്റെൻസീവ് ഓഷ്യാനിക് പ്ലെയിൻ that lies between continental margins and mid oceanic ridges. സമുദ്രാന്തർ പർവ്വത നിരകൾക്കും
വൻകരകളുടെ അതിരുകൾക്കുമിടയിൽ വിശാലമായുള്ള സമതലം. ഇപ്പൊ സമതലം പ്ലെയിൻ എന്ന് ചോദിച്ച സ്ഥിതിക്ക് തന്നെ ഒരു സംശയം വേണ്ട, ആഴക്കടൽ സമതലങ്ങളാണ്. അബിസൽ പ്ലെയിൻസ് അല്ലെങ്കിൽ ഡീപ്പ് പ്ലെയിൻസ് എന്ന ഡീപ്പ് ഓഷൻ പ്ലെയിൻസ് എന്നൊക്കെ അറിയപ്പെടുന്ന അബിസൽ പ്ലെയിൻസ് ആണ് ആൻസർ. അപ്പൊ പ്ലെയിൻ എന്നുള്ളത് കൊണ്ട് തന്നെ പ്ലെയിൻസിലോട്ട് അബിസൽ പ്ലെയിൻസ് നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ദ എർത്തുക്വേക്ക് വേവ് വിച്ച് ട്രാവൽ ത്രൂ സർഫസ് ഓഫ് ദി എർത്ത്. വീണ്ടും നാണ്ട എർത്തുക്വേക്ക് വേവ്സിൽ നിന്ന്, ഭൂകമ്പ തരംഗങ്ങളിൽ നിന്നൊരു ചോദ്യം വന്നിട്ടുണ്ട്. അപ്പോൾ ഉപരിതലത്തിലൂടെ സഞ്ചരിക്കുന്നത്, വീണ്ടും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സർഫസ് വേവ്, സർഫസ് എന്ന ക്വസ്റ്റ്യനിലുണ്ട്. സോ ഒരു കൺഫ്യൂഷനും വേണ്ട, സി സർഫസ് വേവ്സ്, പ്രതല തരംഗങ്ങളാണ് ഉത്തരം. സിക്സ്ത് ക്വസ്റ്റ്യൻ, ദ ജർമ്മൻ മീറ്റിയോളജിസ്റ്റ് ഹു പുട്ട് ഫോർ കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറി. നേരത്തെ കൺവെക്ഷൻ കറണ്ട് തിയറി ചോദിച്ചു, ഇപ്പോൾ കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറി ചോദിച്ചിരിക്കുന്നു. ഉത്തരം ആൽഫ്രഡ് വെഗ്നർ ആണ്. ആൽഫ്രഡ് വെഗ്നർ ആണ് വൻകര വിസ്ഥാപന സിദ്ധാന്തം ആവിഷ്കരിച്ചത്. വൻകര വിസ്ഥാപന സിദ്ധാന്തത്തിൽ നിന്ന് ഒരുപാട് ചോദ്യം ചോദിക്കും, തെളിവുകൾ ചോദിക്കും, എന്താണെന്ന് ചോദിക്കും. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്. ആൽഫ്രഡ് വെഗ്നർ, സി ആണ് ഉത്തരം, ഓർത്ത് വെച്ചേക്കുക. പിന്നീട് 2022 കഴിഞ്ഞ് 22-ലെ ബോർഡിലും മോഡലിലും പിന്നെ 23-ലും നടന്നിട്ടുള്ള ഒരു പരീക്ഷകളിലും വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഇല്ലായിരുന്നു. ക്വസ്റ്റ്യൻ പേപ്പർ സ്റ്റാർട്ട് ചെയ്തിരുന്നത് 2 മാർക്ക് എന്ന സെക്ഷനിലൂടെയാണ്. അപ്പോൾ പിന്നെ അതുകൊണ്ട് ആ ചോദ്യ പേപ്പറുകളൊന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. പിന്നീട് നമുക്ക് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് വന്നത് ഈ വർഷം 2024 മോഡലിലാണ്. സോ 24 മോഡലിൽ വർക്കൗട്ട് വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട്. 24-ൽ വൺ വേർഡ് ഉണ്ട്. അപ്പോൾ 24-ൽ ചോദിച്ച സ്ഥിതിക്ക്, മോഡലിൽ ചോദിച്ച സ്ഥിതിക്ക് ബോർഡിലും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. +2-ൽ അതേപോലെ തന്നെയാണ്, മോഡലിന് സമാന്തരമായി തന്നെയാണ് ബോർഡിന് വന്നിട്ടുള്ളത് കൊണ്ട് നമുക്ക് ബോർഡിന് +1 ബോർഡിനും വൺ വേർഡ് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. സോ 2024 മോഡലിൽ ഉത്തരങ്ങൾ കൂടി ഒന്ന് പരിശോധിക്കാം. ഇൻ ടേംസ് ഓഫ് ഏരിയ ഇന്ത്യ റാങ്ക്സ്, ഏരിയ അല്ലെങ്കിൽ വിസ്തൃതിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യ 7ാം സ്ഥാനത്താണ്. ഇതിനു മുമ്പ് സൈസ് ചോദിച്ചിരുന്നു, 3.28 മില്യൺ സ്ക്വയർ കിലോമീറ്റർ ആണ്. 7ാം സ്ഥാനമാണ്, കൺഫ്യൂഷൻ വേണ്ട, തെറ്റിക്കരുത്, 7ാം സ്ഥാനമാണ് ഇന്ത്യക്ക് ഉള്ളത്. അടുത്തത്, ദ ഹൈപ്പോത്തിസിസ് പുട്ട് ഫോർഡ് ബൈ ഇമാനുവൽ കാന്ത്. ഇമാനുവൽ കാന്ത് ആവിഷ്കരിച്ച ഗ്രഹങ്ങളുടെ ഉത്ഭവത്തെക്കുറിച്ചുള്ള സിദ്ധാന്തം നെബുലാർ ഹൈപ്പോത്തിസിസ് ആണ്. ഓക്കെ, നെബുലാർ സിദ്ധാന്തം. അടുത്തത്, ദ വിൻഡ് ബ്ലോസ് പാരലൽ ടു ഐസോബാർ. വീണ്ടും റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇനുമുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നതാണ്. ഐസോബാറുകൾക്ക് സമാന്തരമായി വീശുന്ന കാറ്റുകൾ ജിയോസ്ട്രോഫിക് വിൻഡ് ആണ് കേട്ടോ, ജിയോസ്ട്രോഫിക് വിൻഡ്. അടുത്ത, മൗണ്ടൻ ബിൽഡിംഗ് പ്രോസസ്, പർവ്വത രൂപീകരണ പ്രക്രിയയെ ഓറോജനി എന്ന് വിളിക്കുന്നു. ഓറോഗ്രഫി, മഴകളെ പറ്റി പഠിച്ചിട്ടുണ്ട് അല്ലേ? പർവ്വതവൃഷ്ടിയാണ് ഓറോഗ്രഫിക്. അപ്പോൾ ഓറോ എന്ന വാക്ക് തന്നെ മൗണ്ടെയിൻ എന്നാണ്. അപ്പോൾ ഓറോജനിയാണ് ഫോർത്തിൻ്റെ ആൻസർ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് എ മീറ്റിയോളജിക്കലി വെരി ഇമ്പോർട്ടൻറ്റ് ഗ്യാസ്. കാലാവസ്ഥപരമായി കൂടുതൽ പ്രാധാന്യമുള്ളത് ഏത് എന്നതാണ്? കാർബൺ ഡയോക്സൈഡ് ആണ്. ഓക്കെ, ഇതിനു മുമ്പ് ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് ആയിട്ടും കാർബൺ ഡയോക്സൈഡിൻ്റെ ക്വസ്റ്റ്യൻ വന്നിരുന്നു. അപ്പോൾ ഗ്രീൻ ഹൗസ് ഗ്യാസും ഇമ്പോർട്ടൻറ്റ് കാർബൺ ഡയോക്സൈഡ് ആണ്. മീറ്റിയോളജിക്കലി കാലാവസ്ഥപരമായും പ്രധാനപ്പെട്ട വാതകം എന്ന് പറയുന്നത് കാർബൺ ഡയോക്സൈഡ് ആണ്. പക്ഷേ അന്തരീക്ഷത്തിൽ കൂടുതൽ കാണപ്പെടുന്നത് ഏതാണ്? നൈട്രജൻ ആണ്. ഇനി ജീവജാലങ്ങൾക്ക് ലൈഫ് സപ്പോർട്ടിംഗ് ഗ്യാസ് ഏതാണ്? ഓക്സിജൻ ആണ്. ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഓക്സിജൻ ആണ്. അപ്പോൾ ഇവിടെ മീറ്ററോളജിക്കലാണ്, കാലാവസ്ഥാപരമായി ബാക്കി മൂന്നുമല്ല, കാർബൺ ഡയോക്സൈഡ് ആണ് ഉത്തരം വരുന്നത്. ഇത്രയുമാണ് മുൻ വർഷങ്ങളിലെല്ലാം, പിന്നെ ഈ വർഷത്തെ മോഡലും കൂടി ഉൾപ്പെടുത്തി ചോദിച്ചിട്ടുള്ള വൺ വേർഡ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, കഴിഞ്ഞ വർഷം ഒന്നും വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഇല്ലായിരുന്നു, വീണ്ടും മോഡലിൽ റിപ്പീറ്റ് വന്നു. സോ ഈ വരുന്ന ബോർഡിനും നമുക്ക് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. സോ ഇതെല്ലാം ഒന്ന് ജസ്റ്റ് നോക്കുക. ഇതുമായിട്ട് ഞാൻ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൂടി പറഞ്ഞിട്ടുണ്ട്, ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ അതെല്ലാം ഒന്ന് പരിശോധിക്കുക. പ്രത്യേകിച്ച് ആ എർത്ത് ക്ലൗഡ്സ് അങ്ങനെയുള്ള സെക്ഷൻസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊക്കെ ഒന്ന് നോക്കി വെച്ചേക്കുക. എല്ലാവർക്കും വരുന്ന പരീക്ഷകൾ എളുപ്പമാട്ടെ എന്ന് ആശംസിക്കുന്നു. സോ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.